ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പതിറ്റാണ്ടുകളായി കുരുന്നുകൾക്ക് തണലായ അംഗനവാടി ജീവനക്കാരെ ആക്കപ്പറമ്പിലെ പൊതുസമൂഹം ഒത്തുചേർന്ന് ആദരിച്ചു. സ്നേഹനിർഭരമായ ചടങ്ങിൽ വിരമിച്ചവർക്ക് വികാരനിർഭരമായ യാത്രയയപ്പാണ് ഗ്രാമം നൽകിയത്. പരിപാവനം കരുണാമനസ്ക അമദേവനേ അഴലൊഴിഞ്ഞാനന്ദ വൃന്ദാവനത്തിൽ. തിരുവല്ലാമല ആക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ കോവിൽ അങ്കണവാടിയിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് നാടിന്റെ ആദരം. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങുന്ന അങ്കണവാടി വർക്കർ പി കെ വിജയലക്ഷ്മി, ഹെൽപ്പർമാരായ എൻ അമൃതവല്ലി, ML കമലകുമാരി എന്നിവരെയാണ് ആക്കപ്പറമ്പിലെ അങ്കണവാടി മോണിറ്ററിംഗ് സമിതിയും പൊതുജന കൂട്ടായ്മയും ചേർന്ന് ആദരിച്ചത്. ചേച്ചിയായും കുട്ടിയുമായുമെല്ലാം 30 വർഷക്കാലം ആക്കപ്പറമ്പ് അംഗനവാടിയിൽ പ്രവർത്തിച്ച ഒരു ഹെൽപ്പറാണ്. അതുപോലെ തന്നെ ഏർത്തിയമ്മ 3 വർഷക്കാലം നമ്മുടെ ആക്കപ്പറമ്പിലെ അംഗനവാടിയിൽ പ്രവർത്തിച്ചതാണ്. അതിനു മുമ്പ് കുണ്ടുകാട് പ്രദേശത്തുള്ള അംഗനവാടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതൊന്ന് മാറ്റം കിട്ടിയാണ് ആക്കപ്പറമ്പിലേക്ക് വന്നത്. നമുക്കറിയാം, ഇന്ന് അംഗനവാടി കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കൾ മുഴുവനും കുട്ടികളെ ഒരു പ്രായമായി കഴിഞ്ഞാൽ ചിലവരൊക്കെ കുട്ടികളെ ഒതുങ്ങിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അംഗനവാടി കൊണ്ട് വിടാറുള്ളത്. ഒരു പരിധി വരെ മുഴുവൻ പേരെയും ഞാൻ പറയില്ല. എന്നാൽ ആ കുട്ടികൾ അംഗനവാടിക്ക് പോകാൻ മടിക്കുന്ന കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും ആ കുട്ടികൾ മുഴുവനും അംഗനവാടിയിൽ വന്നു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ പോലെ നോക്കി വളർത്തി വലുതാക്കി 5 വയസ്സ് വരെയും അവരെ നോക്കി വളർത്തി വലുതാക്കുന്നത് അംഗനവാടിയിലുള്ള ടീച്ചേഴ്സും ഹെൽപ്പർമാരുമാണ്. ആദരം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് ആക്കപ്പറമ്പ് മാരിയമ്മൻ കോവിൽ പട്ടക്കാരൻ പി രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ പി മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അങ്കണവാടി മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഗണപതി, മാരിയമ്മൻ കോവിൽ സെക്രട്ടറി എം സെൽവരാജൻ എന്നിവർ ആശംസകൾ നേർന്നു. കുഞ്ഞുങ്ങൾക്കിടയിൽ പട്ടിണി നീക്കുന്നതിന് വേണ്ടിയും കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് അങ്കണവാടി പദ്ധതി, അല്ലെങ്കിൽ അംഗൻവാടി പദ്ധതി. അങ്കണവാടി എന്ന് പറയുമ്പോൾ, അങ്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റം, വാടി എന്ന് പറയുമ്പോൾ പൂന്തോട്ടം, നമ്മുടെ മുറ്റത്തുള്ള പൂന്തോട്ടം. നമ്മുടെ മുറ്റത്തുള്ള പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകളെ പോലെ പാറി നടക്കുന്ന നല്ലൊരു കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരും സമൂഹവും ഈ ഒരു പദ്ധതിയെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് ഇവിടെ ഇരിക്കുക, എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ചിന്താഗതി വന്ന സമയത്ത് നമ്മുടെ ഈ സമുദായത്തിൻ്റെ ക്ലബ്ബായിരുന്ന ആ ക്ലബിൻ്റെ മുഖാന്തരം ഈ സ്ഥലം വാങ്ങി ഈ പഞ്ചായത്തിലേക്ക് ആ സ്ഥലം അക്കൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അന്ന് പ്രസിഡന്റായിരുന്ന നമ്മുടെ ശശികുമാരനെ അവരടുത്ത് ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ഈ അംഗനവാടി ആക്കപ്പറമ്പിൽ നിലനിൽക്കണം. വിവിധ സംഘടനകളും വ്യക്തികളും വിരമിച്ച ജീവനക്കാർക്ക് ഉപഹാരങ്ങൾ കൈമാറി. പരിപാടിയുടെ ഭാഗമായി നടന്ന മറുപടി പ്രസംഗത്തിൽ ജീവനക്കാർ തങ്ങളുടെ സർവീസ് കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചു. മാറിപ്പോയിട്ടും വളരെയേറെ ബുദ്ധിമുട്ടിയിട്ട് തന്നെ ഇവിടെ വന്ന ജോലികൾ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ അംഗൻവാടിയുള്ള പ്രവർത്തനം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ 88 ഇവരുടെ കൂടെ തന്നെ അംഗൻവാടി ടീച്ചറായിട്ട് വന്നതാണ്. അതായത് ഈ അംഗൻവാടിയായിട്ട് ബന്ധപ്പെട്ട് ജീവിതം ആരംഭിച്ചത് ഔദ്യോഗിക ജീവിതം. പിന്നീട് 2005 സൂപ്പർവൈസറായിട്ട് PSC എക്സാം എഴുതി അങ്ങനെ സൂപ്പർവൈസറായിട്ട് പോയി. ന്യൂസ് ഡെസ്ക് CC.